മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സൗദി അറേബ്യ പോലും തള്ളിക്കളഞ്ഞിട്ടുള്ള ഭീകരരെയും നെഞ്ചിലേറ്റിയിട്ടാണ് തോളിലേറ്റിയിട്ടാണ് കോൺഗ്രസ് വരുന്ന നിയമസഭാ ഇലക്ഷനില് ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ടു തണ്ടാൻ രംഗത്തിറങ്ങുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തി. ലബനാന്, ഈജിപ്ത്, അതേപോലെ തന്നെ ജോർദാന്, ഈ 3 രാജ്യങ്ങളിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖകളെ, ബ്രാഞ്ചുകളെ ഭീകരവാദ സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനത്തെ സൗദി അറേബ്യ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തിറങ്ങിയിട്ട് ആ ഒരു അമേരിക്കയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഭീകരരെ തള്ളിക്കളയുന്നു. മുസ്ലിം ബ്രദർഹുഡിന്റെ ശാഖകളെ ഭീകരരായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കയുടെ നിലപാടിനെ ഞങ്ങൾ പിന്തുണക്കുന്നു. സൗദി അറേബ്യയാണ് ഈ ഒരു പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്, മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടായിട്ടുള്ള ഈജിപ്ത് പോലും നിരോധിച്ചിട്ടുള്ളതാണ്, സൗദി അറേബ്യ നിരോധിച്ചിട്ടുള്ളതാണ്, UAE നിരോധിച്ചിട്ടുള്ളതാണ്, ജോർദാന് നിരോധിച്ചിട്ടുള്ള, അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും മുസ്ലിം ബ്രദർഹുഡിനെ വ്യക്തമായിട്ട് നിരോധിച്ച വാർത്തകള്, അതുമായി ബന്ധപ്പെട്ട ശാഖകളെ പോലും നിരോധിച്ച വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്ന് പോലും ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും വ്യക്തമായിട്ട് മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് നെഞ്ചോട് ചേർത്ത് വോട്ടു തണ്ടാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങാൻ പോവല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ എയർപോർട്ടിലേക്ക് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തിയ സമയത്ത് ഹസനുൽ ബന്ന എന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവിന്റെ ഫോട്ടോയും പൊക്കിപ്പിടിച്ചാണ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്, പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അതിലൊരു മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവ് മാത്രമൊന്നും അല്ലായിരുന്നു ഉള്ളത്. തീവ്രവാദിയായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ തീവ്രവാദിയായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയുടെ ഫോട്ടോ പൊക്കിപ്പിടിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഇത്തരം ഭീകര സംഘടനകളുടെ മേധാവിമാരുടെ, ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, ഇത്തരം ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരെയും മേധാവികളെയും പൊക്കിപ്പിടിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് കരിപ്പൂർ എയർപോർട്ടിലേക്ക്, നമ്മുടെ കേരളത്തില് പ്രതിഷേധം നടത്താറുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമിയെയാണ് കോൺഗ്രസ് നെഞ്ചോട് ചേർത്തിട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വോട്ടു തണ്ടാൻ രംഗത്തിറങ്ങാൻ പോകുന്നത്. അത്തരം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയ ആഗോള ഭീകര ബന്ധമുള്ള ഒരു സംഘടനയെയും കൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്ന ഗൗരവകരമായിട്ടുള്ള വിഷയം സകല മലയാളികളും തിരിച്ചറിയണോ. ഇവിടെ വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. പ്രത്യേകിച്ച് മക്കയുള്ള രാജ്യം കൂടിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായിട്ടാണ് ഹജ്ജിനെ കാണുന്നത്. മക്കയിൽ എത്തുക എന്നുള്ളത് വലിയ പുണ്യമായിട്ട് കാണുന്നതാണ്. ഈ മക്കയുള്ള സൗദി അറേബ്യ പോലും മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടുണ്ട്. ഹൂത്തി എന്ന ഭീകര സംഘടനക്കെതിരെ നിരന്തരം സൗദി അറേബ്യ പോരാട്ടം നടത്താറുണ്ട്. എന്നാൽ ഈ പറയുന്ന ഹൂത്തി ഭീകരരെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജിഹാദികള് ആരാധിക്കുന്നുണ്ട്. അത് മാത്രാണോ? ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കന്മാരെ പോലും നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ VD സതീശൻ രംഗത്തെത്തിയിട്ട് ഈ അടുത്ത് പോലും എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? വർഗീയ സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? മതരാഷ്ട്രവാദമൊക്കെ അവര് നിർത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തില് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവ് ഹസനുൽ ബന്നയുടെ ഫോട്ടോ പോലും പൊക്കിപ്പിടിച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുക. ഇതൊന്നും കണ്ടില്ല എന്ന് കരുതിയാണ് VD സതീശനൊക്കെ മുന്നോട്ട് പോകുന്നത്.
ഒരു വർഗീയ സംഘടനയാണോ? എന്തിനാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ സതീശനൊക്കെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? ലോകത്ത് എവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ അതും ഇതും ഒരേ സാധന. കേരളത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയും ലോകം മൊത്തമുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒരേ ഒരു സാധനം തന്നെയാ. ഇവരുടെ സ്ഥാപക നേതാവാര, ഇവര് ലോകത്ത് സകല ജിഹാദികളും പൊക്കിപ്പിടിക്കുന്ന സകല ഭീകരരുടെയും ഫോട്ടോ ഏത് പ്രതിഷേധം നടത്തിയാലും ഇവർ പൊക്കിപ്പിടിക്കും. ഏത് അസറുൽ ബന്നയാണെങ്കിലും, ഏത് ഇസ്മായിൽ ഹനിയാണെങ്കിലും, യാസിന്മാരാണെങ്കിലും, ഏത് ഇത്തരം ഭീകരരെയും മദനിയായിട്ടുള്ള തീവ്രവാദിയെയും പൊക്കിപ്പിടിക്കും. ഇത്തരം ആളുകളെയും പൊക്കിപ്പിടിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ ഉടനീളം പ്രോഗ്രാമുകൾ നടത്തുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസ് തോളിലേറ്റി മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് ഈ മുസ്ലിം ലീഗൊക്കെ കുറച്ച് കാലം മുമ്പേയെങ്കിലും പുറത്തെങ്കിലും, ഉള്ളിലെങ്ങനെയാന്നല്ല, പുറത്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിക്കായിരുന്നു. എന്നാൽ KM ഷാജിയുടെ കാലമായതോട് കൂടിയിട്ട് KM ഷാജി എന്ന പച്ച വർഗീയവാദി കേരളത്തിൽ രംഗത്തിറങ്ങിയിട്ട് നിരന്തരം ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നിൽക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ KM ഷാജിയെ പോലെയുള്ള പച്ച വർഗീയവാദികൾ, KM ഷാജി ഉൾപ്പെടെയുള്ള സകലരും രംഗത്തെത്തിയിട്ട് പറയും, ഓ ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന്. ജമാഅത്തെ ഈ പറയുന്ന ഈ KM ഷാജി എത്ര സ്റ്റേജുകളിൽ നിന്നാണ് ഇപ്പോ ഒരു ഉളപ്പമില്ലാതെ നിരന്തരം പച്ച വർഗീയത തുപ്പിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് എത്ര വേദികളിൽ നിന്നാണെന്നോ ഈ പച്ച വർഗീയവാദി KM ഷാജി നിരന്തരം പ്രസംഗിക്കുന്നത്. ഈ മുസ്ലിം ലീഗ്, ഈ പോപ്പുലർ ഫ്രണ്ട്, ഈ SDPI, ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരുമിച്ച് കോൺഗ്രസിന് നമ്മുടെ കേരളത്തിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അധികാരത്തിലേക്ക് എത്തിയാൽ കേരളത്തെ ആരാണ് നിയന്ത്രിക്കുക? ലളിതമായിട്ടുള്ള ചോദ്യം. ഈ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ അസറുൽ ബന്നമാരെ നിരത്തില്ലേ? അസറുൽ ബന്നമാരെ നമ്മുടെ കേരളത്തിൽ ഇവരെ വീണ്ടും വളർത്തില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. മതരാഷ്ട്രവാദം തന്നെയാണ്. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അവരതിനു വേണ്ടി പതുങ്ങി നിൽക്കും. ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ പ്രവർത്തിച്ചൊരു രീതി, അത് UAE-യിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഈ മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ. ഇത് ഞാൻ പറയുന്നതല്ല, UAE ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിലുള്ളതാ. ഈ മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ ഈ ഭീകരവാദ പ്രവർത്തനത്തിലേക്കും ജിഹാദിസമൊക്കെ വളർത്താന്, അവരുടെ രാജ്യം കുട്ടിച്ചോറാക്കാന് ആദ്യഘട്ടത്തിൽ രംഗത്തിറങ്ങിയത് ചാരിറ്റിയിലൂടെ, സന്നദ്ധ പ്രവർത്തനത്തിലൂടെ, ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ മറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ അതേപോലെ തന്നെ ഓരോ സംഘടനകളിലേക്കും ഇവര് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്ന് ഞാനല്ല പറയുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാ. നമ്മുടെ സോഷ്യൽ മീഡിയയിലും പലരും സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ജിഹാദിസം കൃത്യമായിട്ട് ഒളിച്ചു കടത്തുന്നത് കൃത്യമായിട്ട് ബോധമുള്ള ഏതൊരു മലയാളിക്കും കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഒക്കെ അധികാരത്തിലേക്ക് എത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തന്നെ ആയിരിക്കും കേരളത്തെ നിയന്ത്രിക്കുക എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. കോൺഗ്രസിലേക്ക് ബോധമുള്ള ഒരാൾ പോലും ഒരു തരത്തിലും പിന്തുണയ്ക്കരുത്. അവർ നമ്മുടെ രാജ്യത്തെ തന്നെയാണ് കുട്ടിച്ചോറാക്കാൻ രംഗത്തിറങ്ങിയത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.